വധം അതിൻ്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കുന്നു. ഇതൊരു കലാരൂപമല്ല, ഇതൊരു പൈതൃക കലയാണ്. നമുക്കൊന്നു ചേർന്ന് ഭക്തിയോടെ ഈ ശിശുവധ പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പുരാതനവുമായ പാലാ കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് നൂറ്റാണ്ടുകളായി ഈ ദേവാലയ അങ്കണത്തിൽ നടത്തിവരുന്ന ശിശുവധ പ്രദർശനം ഈ വേദിയിൽ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. രാജ്യത്തിന്റെ അധിപൻ രാജരാജ ചക്രവർത്തി ഹെറോദോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. രാജരാജ ചക്രവർത്തി ഹെറോദോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. നല്ല പ്രകാശമുള്ള രാത്രിയാണല്ലോ ഇന്ന്. എന്തോ പ്രത്യേകതയുള്ളതായി നമുക്ക് തോന്നുന്നു. അതേ പ്രഭു, എന്തോ സന്തോഷകരമായത് സംഭവിക്കാനുള്ളതുപോലെ പ്രകൃതിയും പ്രകാശമാനമായിരിക്കുന്നു. ആരെവിടെ? അടിയൻ. പ്രശാന്ത സുന്ദരമായ ഈ രാത്രിയിൽ ആരാണ് നമ്മുടെ അതിഥി? അത് ആരെന്നും എന്തു ദൂതുമായി വരുന്നുവെന്നും നമ്മെ അറിയിക്കൂ. ഉത്തരവ്. പ്രഭു, അങ്ങ് തിരുവുള്ളമായതുപോലെ സന്തോഷകരമായ വാർത്തയാവും ലഭിക്കുക. നാം വിചാരിച്ചതുപോലെ തന്നെ ഉടൻ ഇതാ. പ്രഭു, വിദേശികളായ 3 വിജ്ഞാനികൾ അവിടുത്തെ മുഖം ദർശിക്കുവാനായി എത്തിയിരിക്കുന്നു. വിദേശികളോ? വിജ്ഞാനികളോ? ആനയിക്കൂ, ആനയിക്കൂ അവരെ. നമ്മെ ദർശിക്കുവാനായി എത്തിയിരിക്കുന്ന വിജ്ഞാനികളായ പ്രഭുക്കന്മാരെ നമ്മുടെ സന്നിധിയിലേക്ക് സ്വാഗതം. നമ്മുടെ വിശിഷ്ട അതിഥികൾ ആശ്രസ്തരായാലും. പ്രഭു, ഇവർ കിഴക്ക് നിന്നും എത്തിയ വിജ്ഞാനികളായ രാജാക്കന്മാരാണ്. പൂർവകാലം മുതലേ തലമുറകളായി കർത്താവിന്റെ വിശുദ്ധമലയിലേക്ക് തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെയും വിജ്ഞാനികളുടെയും ദീർഘദർശികളുടെയും ഗണത്തിൽപ്പെടുന്ന പ്രഭുക്കന്മാർ മെൽക്കിയോർ, ബാൽത്തസാർ, ഗാസ്പർ. നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. ശരി, എന്താണ് നമ്മുടെ വിശിഷ്ട അതിഥികളുടെ ആഗമനോദ്ദേശം? യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം ദർശിച്ചു. അവനെ ആരാധിക്കുവാനായി വന്നിരിക്കുന്നു. എന്താ, യഹൂദർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നുവെന്നോ? അതെ പ്രഭു, ഞങ്ങൾ കിഴക്ക് ഏഷ്യയിൽ നിന്നും വരുന്നു. അങ്ങയുടെ മന്ത്രിസത്തമൻ ഉണർത്തിച്ചതുപോലെ കർത്താവിന്റെ വിശുദ്ധ മലയിലേക്ക് നിത്യേന തലമുറകളായി നോക്കി വന്നിരുന്നു. അങ്ങനെ നോക്കി ഇരിക്കെ ഞങ്ങൾ ആ മലയുടെ മുകളിൽ ഒരു നവനക്ഷത്രത്തിന്റെ ഉദയം ദർശിച്ചു. ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും ഗ്രഹിച്ചിട്ടുള്ളതും ഇപ്രകാരമാണ്: യഹൂദർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. ആ നവജാത ശിശുവിന്റെ നക്ഷത്രമാണ് ഞങ്ങൾ കണ്ടത്. എവിടെയാണ് അവൻ ജനിച്ചതെന്നറിയുവാൻ ആ നക്ഷത്രത്തെ നോക്കി പുറപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആ ദിവ്യ ശിശുവിനെ കാണണം, ആരാധിക്കുകയും വേണം. നമുക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണമല്ലോ. ആരെവിടെ? അടിയൻ. മുഖ്യപുരോഹിതനെയും
വേദപ്രമാണിയെ വിളിക്കൂ. ഉത്തരവ്. നാമാൻ, ക്രിസ്തു എവിടെയാണ് ജനിക്കുക? യഹൂദിയയിലെ ബെത്ലഹേമിൽ. കാരണം തിരുവെഴുത്തുകൾ ഇപ്രകാരമാണ്: അല്ലയോ യഹൂദ പ്രദേശത്തെ ബെത്ലഹേമേ, നീ യഹൂദ നഗരങ്ങളിൽ ഒന്നുകൊണ്ടും ചെറുതല്ല. കാരണം എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കാനുള്ള പ്രഭു നിന്നിൽ നിന്ന് വരും. ഇതാണ് തിരുവെഴുത്ത്. വളരെ സന്തോഷം. യഹൂദർക്കായി ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നു അല്ലേ? വളരെ വലിയ സന്തോഷം. കൊള്ളാം. നിങ്ങളുടെ ആഗമനവും സന്ദേശവും നമ്മെ ആനന്ദഭരിതനാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ദൗത്യം ഗംഭീരവും ഉജ്ജ്വലവും മഹത്തരവുമായിരിക്കുന്നു. സന്തോഷകരമായ വാർത്തയാണല്ലോ തിരുമേനി ലഭിച്ചിരിക്കുന്നത്. എന്നാണ് നിങ്ങൾ നക്ഷത്രം ആദ്യമായി കണ്ടത്? ഇന്നേക്ക് 12 ദിവസം മുമ്പ് മഹാരാജാവേ. 12 ദിവസമോ? കൃത്യമായും 12 ദിവസമോ? അതെ മഹാരാജാവേ, ഞങ്ങളുടെ വിശ്രമരഹിതമായ യാത്ര തുടങ്ങി 12 ദിവസം പിന്നിട്ടിരിക്കുന്നു. ശരി, നിങ്ങൾ പോകുവിൻ. ശുഷ്കാന്തിയോട് കൂടി ശിശുവിനെ അന്വേഷിക്കുക. കുഞ്ഞിനെ കണ്ടെത്തിയാൽ എന്നെ വിവരം അറിയിക്കണം. നമുക്കും വന്ന് ആ ദിവ്യ ശിശുവിനെ ആരാധിക്കാമല്ലോ. ശരി പ്രഭു, നന്ദി.